بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. കഴിഞ്ഞുപോയ പാഠത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു തത്വമാണ്. മനുഷ്യന്റെ മനസ്സിലെ വേദന, ഇൽമ്, നദാമത്ത്, ഫിഅല്, ഇറാദത്ത്, ഖുദ്റത്ത് എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ്. എല്ലാം ലറൂരിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ്. അവൻ സൃഷ്ടിച്ചതാണ് ഇത് മുഴുവനും. ഇതാണ് യഥാർത്ഥത്തിൽ ഹക്ക്. ഇതിനെ എതിർക്കുന്ന, ഇതിനെതിരെ വരുന്ന ഖദരിയൻ, ജബരിയൻ ചിന്തകൾ, ആ ചിന്തകളെല്ലാം ഫസാദാണ്, ലലാലാണ്. ഇപ്പറഞ്ഞാണ് അതിന്റെ ശരി എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഫൈൻ കുൽത്ത, അപ്പോൾ നീ ചോദിച്ചാൽ, അഫലൈസലിൽ ആബിദി ഇഖ്തിയാറുൻ, അപ്പോ അടിമയ്ക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലെന്നാണോ? ഫിൽ ഫിഅലി വത്തർക്കി, പ്രവർത്തിക്കുന്നതിലും ഉപേക്ഷിക്കുന്നതിലും എന്ന് ചോദിച്ചാൽ ഖുൽന, നാം പറയും നഅം, അടിമയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. വദാലിക, ആ സ്വാതന്ത്ര്യം ലാ യുനാഖിദു ഖൗലന, നമ്മുടെ ഈ കൗലിനോട് എതിരാകുന്നതല്ല. ഇന്നൽ കുല്ല മിൻ ഖൽഖില്ലാഹി, എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ് എന്ന കൗലിനോട് എതിരാകുന്നതല്ല ഇപ്പറഞ്ഞ സ്വാതന്ത്ര്യം. ബൽ മറിച്ച് അൽ ഇഖ്തിയാറു അയ്ളൻ മിൻ ഖൽഖില്ല, ഈ മനുഷ്യനുണ്ടാകുന്ന സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതും ഒരു അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ്. വൽ അബ്ദു മുൽത്തറുൻ ഫിൽ ഇഖ്തിയാരി അല്ലദീ ലഹു, ഒരടിമ അവനുള്ള ഇഖ്തിയാറിൽ അവൻ മുൽത്തറാണ്. അവൻ ഏത് ഇഖ്തിയാറാണോ അവനുള്ളത്, ആ ഇഖ്തിയാറിനെ പഠിച്ചതും അള്ളാഹു ആണല്ലോ. അപ്പൊ അവൻ ആ വിഷയത്തിൽ നിർബന്ധിതനാണെന്നർത്ഥം. വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ചില ഭാഗങ്ങൾ അദ്ദേഹം പറഞ്ഞു പോകുന്നത്. തഖ്ദീറുമായി, ഖദറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അല്ലാഹു തആല ഉദാഹരണം പറയാം അദ്ദേഹം. അല്ലാഹു ഇദാ ഖലഖൽ യദ ലിഅസ്സഹിഹത, യാതൊരു കുഴപ്പവുമില്ലാത്ത പ്രവർത്തന സജ്ജമായ കരത്തിനെ, കയ്യിനെ അള്ളാഹു താല പടച്ചു എങ്കിൽ, എന്നിട്ട് ഖലഖൽ തആമൽ ലദീദ, രസമുള്ള ഭക്ഷണത്തിനെ അള്ളാഹു താല പടച്ചു. ഖലഖ ശഹ്വത ലിത്തആമി ഫിൽ മിഅദതി, വയറ്റിൽ, ആമാശയത്തിൽ ഭക്ഷണത്തിനോടുള്ള ആശയം അള്ളാഹു പടച്ചു. ഖലഖൽ ഇൽമ ഫിൽ ഖൽബി, ഖൽബിൽ അള്ളാഹു താല ഇൽമിനെ പടച്ചു. ബിഅന്ന ഹാദ തആമ യുസ്കിനു ശഹ്വത, ആ വയറിൽ ഉണ്ടാകുന്ന ആ ആശയെ അടക്കി നിർത്താൻ പറ്റുന്നതാണ് ഈ ഭക്ഷണം. ഇത് കഴിക്കുന്നതോടുകൂടി ആശ കഴിയും. ആശ, മനസ്സിലുണ്ടാകുന്ന ആഗ്രഹം, അല്ലെങ്കിൽ അവന്റെ ആമാശയത്തിൽ വരുന്ന ഭക്ഷണത്തിനോടുള്ള ആ ആർത്തി, അത് അടങ്ങും ഈ ഭക്ഷണം കൊണ്ട് എന്ന ഇൽമിനെയും അല്ലാഹു തആല പടച്ചു. വഖലഖൽ ഖവാത്തിറൽ മുതആരിദത, വ്യത്യസ്തങ്ങളായ ചിന്തകളെയും അല്ലാഹു തആല പടച്ചു. എന്ത് വിഷയത്തിൽ? ഫി അൻഹാദ തആമ, ഈ തആമ് ഹൽ ഫീഹി മളറത്ത്, ഇതിൽ വല്ല കുഴപ്പമുണ്ടോ? മഹാനു യുസ്കിനു ശഹവത, ആശയെ അടക്കുന്നതാണ്, വയറ് നിറയ്ക്കുന്നതാണ്, വിശപ്പിനെ മാറ്റുന്നതാണ്. അങ്ങനെ ആയതോടുകൂടെ വല്ല കുഴപ്പമുള്ളതാണോ? ഹാൽ ദൂന തനാവുലിഹി മാനിഉൻ, ഇതിനെ കരസ്ഥമാക്കുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? യതഅദ്ദറു മഅഹു തനാവുലുഹു, ആ തടസ്സം ഉള്ളതോടുകൂടി അതിനെ കരസ്ഥമാക്കൽ ബുദ്ധിമുട്ടാകും. അങ്ങനത്തെ തടസ്സം വല്ലതും ഉണ്ടോ? അംലാദില്ലേ എന്ന ഒരു ചിന്തകളെയും അല്ലാഹു തആല പടച്ചു. സുമ്മ, പിന്നീട് ഖലഖൽ ഇൽമ, അല്ലാഹു ഇൽമിനെ പടച്ചു. ബിഅന്നഹു ലാ മാനിഅ, യാതൊരു തടസ്സവുമില്ല ഈ ഭക്ഷണത്തിന്. സുമ്മ, പിന്നീട് ഇൻദ ഇജ്തിമാഇ ഹാദിഹിൽ അസ്ബാബി, ഈ സബബുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന അവസരത്തിൽ തൻജസിമുൽ ഇറാദത്തുൽ ബാഇസത്തു അല തനാബിലി, ഈ ഭക്ഷണത്തിനെ കരസ്ഥമാക്കുന്നതിന് മേൽ പ്രേരിതമായ ഇറാദത്ത് അവന്റെ മനസ്സിൽ ഉറയ്ക്കും. ഫൻജിസാമുൽ ഇറാദത്തി, ഇറാദത്ത് ഉറയ്ക്കുക എന്നുള്ളത് ബഅദ തറദ്ദുദിൽ ഖവാതിരിൽ മുതആരിദത്തി, വിവിധങ്ങളായ ആ ചിന്തകൾ മനസ്സിൽ കിടന്ന് ഇളകിയതിന് ശേഷം ഈ ഇറാദത്ത് ഉറയ്ക്കുക എന്നുള്ളത് ബഅദ വുഖൂഉ ശഹവത്തിൽ തആമി, തആമിനോടുള്ള ശഹവത്ത് ഉണ്ടായതിനു ശേഷം, വ്യത്യസ്തങ്ങളായ ചിന്തകൾ മനസ്സിൽ വന്നതിനു ശേഷം
ഈ ഇറാദത്ത് മനസ്സിൽ ഉറക്കുക എന്ന് പറഞ്ഞ് യുസമ്മ ഇഖ്തിയാറൻ, ഇതിനാണ് ഇഖ്തിയാർ എന്ന് പറയുന്നത്. അത് വേണം, തിന്നാൻ പോവാണ്, അതിനാണ് ഇഖ്തിയാർ എന്ന് പറയുന്നത്. വലാ ബുദ്ദ മിൻ ഹുസൂലിഹി, അത് കരസ്ഥമാകൽ അത്യാവശ്യമാണ്. ഒന്റെ തമാമി അസ്ബാബി, പറഞ്ഞ സബബുകളെല്ലാം പൂർത്തിയാകുന്ന അവസരത്തിൽ ഈ ഇഖ്തിയാർ വരിക എന്നുള്ളത് അത്യാവശ്യമാണ്. ഉണ്ടായേ കഴിയൂ, ഉണ്ടാകാതെ കഴിയില്ല, ഉണ്ടാകാതിരിക്കാൻ വഴിയില്ല. അപ്പൊ ഇതാ ഹസല ഇൻജിസാമുൽ ഇറാദത്തി, അപ്പൊ ഇറാദത്തിന്റെ ആ ഉറക്കൽ അത് കരസ്ഥമായാൽ ബി ഖൽഖില്ലാഹി തആല, അല്ലാഹു തആല അതിനെ പടയ്ക്കൽ കൊണ്ട് അങ്ങനെ അത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, അത് ഉറച്ചു കഴിഞ്ഞാൽ തഹറക്കത്തിൽ യദു സഹീഹത്തു, നേരത്തെ പറഞ്ഞ യാതൊരു കുഴപ്പമില്ലാത്ത പ്രവർത്തന സജ്ജമായ കരം ചലിക്കും ഇലാ ജിഹത്തി തആമി, ഭക്ഷണത്തിന്റെ ഭാഗത്തേക്ക്, ലാ മഹാരത്ത, യാതൊരു സംശയമില്ല. ഇത് കാരണം ബഅദ തമാമിൽ ഇറാദത്തി, ഇറാദത്ത് പൂർത്തിയായതിനു ശേഷം, വൽ ഖുദ്റത്തി, അവന്റെ ഖുദ്റത്തും പൂർത്തിയായതിനു ശേഷം, യകൂനു ഹുസൂലിൽ ഫിഅലി, ഈ പ്രവൃത്തി ഉണ്ടാകുക എന്നുള്ളതാകും ലറൂരിയൻ, ബാഹ്യമായി ദുന്യവിയായി ചിന്തിക്കുമ്പോൾ അത് ലറൂരിയാണ്. ഖുദ്റത്തും ഇറാദത്തും വന്നാൽ ആ പ്രവൃത്തി ഉണ്ടായേ തീരൂ. അപ്പൊ ഫതഹ്സുലുൽ ഹറക്കത്തു, ആ ഹറക്കത്ത് അവിടെ കരസ്ഥമാകും, കൈയുടെ ഹറക്കത്ത് ഭക്ഷണത്തിലേക്ക്. ഫതകൂനുൽ ഹറക്കത്തു, ഹറക്കത്തും ബി ഖൽഖില്ലാഹി, അള്ളാഹുവിന്റെ ഖൽഖ് കൊണ്ട് തന്നെയാണ്. ബഅദ ഹുസൂലിൽ ഖുദ്റത്തി, ഖുദ്റത്ത് ഉണ്ടായതിനു ശേഷം ഈ ഹറക്കത്ത് ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഖൽഖ് കൊണ്ടാണ്. വഞ്ചിസാമിൽ ഇറാദത്തി, ഇറാദത്തിന്റെ ഉറപ്പിന് ശേഷം, ഖുദ്റത്ത് താമായതിനു ശേഷം, പിന്നെ ഖുദ്റത്ത് ഇറാദത്ത് പൂർത്തിയായതിനു ശേഷം, ഖുദ്റത്തും പൂർത്തിയായതിനു ശേഷം, അല്ല വലാ ബുദ്ദ മിൻ ഹുസൂലിഹി ഇൻദ തമാമി അസ്ബാബി ഫൈദാ ഹസല ഇൻജിസാമുൽ ഇറാദത്തി, ഇറാദത്ത് ഉറക്കുക എന്നുള്ളത് മനസ്സിൽ അത് കരസ്ഥമായി കഴിഞ്ഞാൽ ബി ഖൽഖില്ലാഹി തആല ഇയ്യാഹ, ആ ഇറാദത്തിന് അല്ലാഹു തആല പടയ്ക്കൽ കൊണ്ട്, അപ്പൊ തഹറക്കത്തിൽ യദു സഹീഹത്തു, സഹീഹായ കരം അത് ചലിക്കും ഇലാ ജിഹത്തി തആമി, ഭക്ഷണത്തിന്റെ ഭാഗത്തേക്ക്, ലാ മഹാലത്ത്, യാതൊരു സംശയവുമില്ല, ഉണ്ടായേ തീരൂ. ഇത് കാരണം ബഅദ തമാമിൽ ഇറാദത്തി വൽ ഖുദ്റത്തി, ഈ ഇറാദത്തും ഖുദ്റത്തും പൂർണ്ണമായി ഉണ്ടായി കഴിഞ്ഞാൽ യകൂനു ഹുസൂലുൽ ഫിഅലി, അവിടെ പ്രവൃത്തി ഉണ്ടാകുക എന്നുള്ളത് ലറൂരിയൻ, ലറൂരിയാണ്, ആകും, നിർബന്ധമാകും. ഇറാദത്തും ഖുദ്റത്തും വന്നാൽ പ്രവൃത്തി ഉണ്ടായേ തീരൂ. ബാഹ്യമായ നിയമമായി പറയുന്നത്, അള്ളാഹുവിലേക്ക് ചേർത്തിട്ടല്ല. പ്രവൃത്തി ഉണ്ടാകണമെന്ന് നിർബന്ധം ഇല്ല എന്നുള്ള അള്ളാഹുവിലേക്ക് ചേർത്തിട്ട, മനുഷ്യനിൽ അത് പ്രവൃത്തി ഉണ്ടാകും. അപ്പൊ തഹ്സുലുൽ ഹറക്കത്തു, അപ്പോ ആ ഹറക്കത്ത് അവിടെ ഉണ്ടാകും. അപ്പൊ തക്കൂനുൽ ഹറക്കത്തു, ആ ഹറക്കത്തും ബി ഖൽഖില്ലാഹി, അത് അള്ളാഹുവിന്റെ സെറ്റപ്പ് കൊണ്ടാ. ബഅദ ഹുസൂലിൽ ഖുദ്റത്തി, ഖുദ്റത്ത് കരസ്ഥമായതിനു ശേഷം, വഞ്ചിസാമിൽ ഇറാദത്ത് ഉറപ്പായതിനു ശേഷവും, ഖുദ്റത്ത് കരസ്ഥമായി ഇറാദത്ത് ഉറച്ചതിന് ശേഷം ഈ ഹറക്കത്ത് അത് അള്ളാഹുവിന്റെ സെറ്റപ്പ് കൊണ്ടാണ്. ഖുദ്റത്തും അള്ളാഹുവിന്റെ സെറ്റപ്പ് കൊണ്ടാണ്, ഇറാദത്തും അള്ളാഹുവിന്റെ സെറ്റപ്പ് കൊണ്ടാണ്, അതിലൂടെ ഉണ്ടാവുന്ന ഈ ഹറക്കത്തും അള്ളാഹുവിന്റെ സെറ്റപ്പ് കൊണ്ടാണ്. വഹുമാ അയ്ലം മിൻ ഖൽഖില്ലാഹി, ഈ ഖുദ്റത്തും ഇൻജിസാമുൽ ഇറാദത്തും അതും അള്ളാഹുവിന്റെ സെറ്റപ്പിൽ പെട്ടതാണ്. ഇൻജിസാമുൽ ഇറാദത്തി, ഈ ഇറാദത്ത് ഉറക്കുക എന്നുള്ളത് യഹ്സുൽ, അത് കരസ്ഥമാകുന്ന ബഅദ സിദ്ഖി ശഹവത്തി, ശഹവത്ത് സാധിക്കാതിന് ശേഷം, ഭക്ഷണത്തിനോടുള്ള ആർത്തി ഉണ്ടല്ലോ, അത് വന്നതിന് ശേഷമാണ്. വൽ ഇൽമു ബി അദമിൽ മവാൻ, തടസ്സങ്ങളൊന്നും ഇല്ല എന്നുള്ള ഇൽമും വന്നതിന് ശേഷമാണ്. വഹുമാ അയ്ലം മിൻ ഖൽഖില്ലാഹി, അത് രണ്ടും അള്ളാഹുവിന്റെ ഖൽഖിൽപ്പെട്ടതാണ്. ശഹവത്തിന്റെ ശരിയായ ആശയും അതുപോലെ തന്നെ തടസ്സമില്ല എന്നുള്ള ഇൽമും അതും അള്ളാഹുവിന്റെ സെറ്റപ്പിൽപ്പെട്ടതാണ്. വലാക്കിൻ, ഇപ്പൊ ഇതെല്ലാം അള്ളാഹുവിന്റെ സെറ്റപ്പിൽപ്പെട്ടത് തന്നെയാണ്. വലാക്കിൻ, പക്ഷേ ബഅദു ഹാദിഹിൽ മഖ്ലൂഖാത്തി, ഈ സൃഷ്ടികളിൽപ്പെട്ട ചിലത് യതറത്തബു അലൽ ബഅദിന്റെ മേൽ തറത്തുബാവും, ഒന്നിന്റെ പുറകെ മറ്റൊന്ന് വരും എന്നർത്ഥം. തർത്തീബൻ, ഒരു തർത്തീബ്, ജറത്ത് ബിഹി, ആ തർത്തീബുമായി നടന്നിരിക്കുന്നു, സുന്നത്തുല്ലാഹി, അള്ളാഹുവിന്റെ സൃഷ്ടികൾ, പിന്നെ അള്ളാഹുവിന്റെ നടപടിക്രമം, ഫീ ഖൽഖി, അവന്റെ സൃഷ്ടികളിൽ, അള്ളാഹുവിന്റെ നടപടിക്രമം അവന്റെ സൃഷ്ടികളിൽ ഈ തർത്തീബ് അനുസരിച്ചാണ് നടന്നിരിക്കുന്നത്. വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല, നീ താങ്കൾക്ക് എത്തിക്കാൻ പറ്റത്തില്ല അള്ളാഹുവിന്റെ നടപടിക്രമത്തിന് തബ്ദീല്, അതിനെ വ്യത്യാസപ്പെടുത്തലിനെ എത്തിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും അള്ളാഹുവിന്റെ നടപടിക്രമത്തെ വ്യത്യാസപ്പെടുത്താൻ സാധ്യമല്ല. അപ്പോ ഫല യഖ്ലുഖുല്ലാഹു ഹറക്കത്തൽ യദി, കൈയുടെ ഹറക്കത്തിനെ അള്ളാഹു തആല പടയ്ക്കുകയില്ല. ഉദാഹരണം, ബി കിതാബത്തിൻ മൻദൂമത്തിൻ, മൻദൂമത്തായ ഒരു കിതാബത്തുമായി, ക്രോഡീകരിക്കപ്പെടാൻ പറ്റുന്ന ആശയം ക്രോഡീകരിച്ചു വരുന്ന ഒരു എഴുത്തുമായി കൈയുടെ ഹറക്കത്ത് അതിനെ അള്ളാഹു പടയ്ക്കുകയില്ല. മാലം യഖ്ലുഖു ഫീഹ, അള്ളാഹു തആല ആ ഹറക്കത്തിൽ
പടയ്ക്കാതിരിക്കുവോളം, ആ കയ്യിൽ അവൻ പടയ്ക്കാതിരിക്കുവോളം സിഫത്തിനൊരു സിഫത്തിനെ, എങ്ങനത്തെ സിഫത്ത്? തുസമ്മ കുദ്റത്തൻ, അതിന് കുദ്റത്ത് എന്ന് പേര് പറയപ്പെടും. കുദ്റത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന കുദ്റത്ത് എന്ന ആ സിഫത്ത് കയ്യിൽ ഉണ്ടാകാതിരിക്കുവോളം അള്ളാഹു താല ഹർക്കത്തിനെ പടയ്ക്കുകയില്ല. വമാലം യഖ്ലുഖു ഫിയ ഹയാത്തൻ, ഹയാത്തിനെ ആ പിന്നെ എതിര് പടയ്ക്കാതിരിക്കുവോളവും, വമാലം യഖ്ലുഖ് ഇറാദത്തൻ മജ്സൂമത്തൻ, ഉറപ്പിക്കപ്പെട്ട ഇറാദത്തിന് അള്ളാഹ് പടയ്ക്കാതിരിക്കുവോളവും, ഉറപ്പിക്കപ്പെട്ട ഇറാദത്തിന് അള്ളാഹ് പടയ്ക്കാതിരിക്കുവോളം, ഹയാത്തിനെ പടയ്ക്കാതിരിക്കുവോളം, കുദ്റത്തിനെ പടയ്ക്കാതിരിക്കുവോളം അള്ളാഹു തആല ഹർക്കത്തിനെ പടയ്ക്കുകയില്ല. അപ്പൊ ഹർക്കത്ത് ഉണ്ടാവണമെങ്കിൽ കുദ്റത്ത് വേണം, കുദ്റത്ത് ഉണ്ടാവണമെങ്കിൽ ഹയാത്ത് വേണം, ഹയാത്ത് ഉണ്ടാവണമെങ്കിൽ ഇറാദത്ത് വേണം. വലാ യഖ്ലുഖുൽ ഇറാദത്തൽ മജ്സൂമത്ത, ഈ ഉറപ്പിക്കപ്പെട്ട ഇറാദത്ത് അതിനെ അല്ലാഹു തആല പടയ്ക്കത്തില്ല. മാലൻ യഖ്ലുഖു ശഹവത്തൻ വ മൈലൻ ഫിൻ നഫ്സി, നഫ്സില് ആ ഭക്ഷണത്തിനോടുള്ള ആ ശഹവത്തും മൈലും അല്ലാഹ് പടയ്ക്കാതിരിക്കുവോളം. 4 കാര്യമാ പറഞ്ഞു. കുദ്റത്ത് ഉണ്ടാവണമെങ്കിൽ അവിടെ അല്ല, ഹർക്കത്തുൽ യദ് ഉണ്ടാവണമെങ്കിൽ അവിടെ കുദ്റത്ത് ഉണ്ടാകണം. കുദ്റത്ത് ഉണ്ടാവണമെങ്കിൽ ഹയാത്ത് ഉണ്ടാവണം. ഹയാത്ത് ഉണ്ടായെങ്കിലേ കുദ്റത്ത് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ പിന്നെ ഇറാദത്തും ഉണ്ടാവണം, ഇറാദത്തുണ്ടാവണം, ഹയാത്തും ഉണ്ടാവണം, എങ്കിലേ കുദ്റത്ത് ഉണ്ടാവുള്ളൂ. കുദ്റത്ത് ഉണ്ടായെങ്കിലേ ഹർക്കത്ത് ഉണ്ടാവുള്ളൂ. വലാ യഖ്ലുഖുൽ ഇറാദത്തൽ മജ്സൂമത്ത, അതുപോലെ തന്നെ പിന്നെ ഉറപ്പിക്കപ്പെട്ട ഇറാദത്ത്, മനസ്സിൽ ഉറപ്പിക്കപ്പെട്ട ഇറാദത്ത്, അതിനെ അല്ലാഹ് പടയ്ക്കത്തില്ല ശഹവത്തും മൈലും ഉണ്ടായിട്ടല്ലാതെ, നഫ്സിൽ ശഹവത്തും മൈലും ഉണ്ടായിട്ടല്ലാതെ. വലാ യൻബഗിസു ഹാദൽ മൈലു, ഈ ചായ്വ്, ആ വസ്തുവിലേക്കുള്ള, ഉദാഹരണം ഭക്ഷണത്തിലേക്കുള്ള ആ ചായ്വ്, അത് പ്രേരിതമായി ഇളകി വരികയില്ല. ഇൻബിആസൻ താമൻ, പരിപൂർണമായ രീതിയിലുള്ള ഒരു ഇളകി വരൽ വരികയില്ല. മാലം യഖ്ലുഖ് ഇൽമൻ, ഇൽമിനെ അല്ലാഹ് പടയ്ക്കാതിരിക്കുവോളം. എന്ത് ഇൽമ? ബിഅന്നഹു, ഈ ഭക്ഷണം മുവാഫിഖുൻ ലിന്നഫ്സി, നഫ്സിന് മുവാഫിഖാണ്, അത് നഫ്സിന് മുവാഫിഖാണ്, യോജിക്കുന്നതാണ് എന്ന ഇൽമിനെ അല്ലാഹ് പടയ്ക്കാതിരിക്കുവോളം. ഇമ്മാ ഫിൽ ഹാലി, ഒന്നുകിൽ ഇപ്പോ അതിന് മുവാഫിഖാണ്, ഔ ഫിൽ മആൽ, അല്ലെങ്കിൽ ഇപ്പൊ കഴിയുമ്പം ഈ ഭക്ഷണം ബദനിന് അത് നഫ്സിന് മുവാഫിഖാണ് എന്ന ഇൽമിനെ അല്ലാഹ് പടയ്ക്കാതിരിക്കുവോളം ഇംബിഹാസും മൈലും ഉണ്ടാവുകയില്ല. അതിലേക്കുള്ള ചായ്വും അതിലേക്ക് എടുത്തിയാടലും എല്ലാം ഉണ്ടാകുന്ന എപ്പോഴാണ്? ഈ ഇൽമ് താമാകുമ്പോഴാണ്. വലാ യഖ്ലുഖുൽ ഇൽമ ഐലൻ, ഇൽമിനെ അല്ലാഹ് പടയ്ക്കത്തില്ല ഇല്ലാ ബി അസ്ബാബിൻ ഉഖർ, വേറെ ചില കാരണങ്ങൾ കൊണ്ടല്ലാതെ. ആ കാരണം ഉണ്ടായെങ്കിലേ ഇൽമു വരുള്ളൂ. അങ്ങനത്തെ കാരണങ്ങൾ തർജുഹ, അവകൾ മടങ്ങും ഇലാ ഹർക്കത്തിൻ, ഹർക്കത്തിലേക്കും ഇറാദത്തിലേക്കും ഇൽമിലേക്കും. ഹർക്കത്തിലേക്കും ഇറാദത്തിലേക്കും ഇൽമിലേക്കും മടങ്ങുന്ന ചില കാരണങ്ങൾ ഉണ്ടെങ്കിലേ ഉണ്ട്. ആ കാരണങ്ങൾ കൊണ്ട് മാത്രമേ അള്ളാഹു ഇൽമിനെ പടയ്ക്കുകയുള്ളൂ. അപ്പോ പിന്നെ ഇൽമ്, മൈല്, അതെ, വൽ മൈലു തബീഇ, ഇൽമും പ്രകൃതിപരമായ മനുഷ്യന്റെ ചായ്വും അബദൻ എപ്പോഴും യസ്തത്ബിഉൽ ഇറാദത്ത, ഇറാദത്തിനെ അത് തുടർത്തും. ഇൽമും മൈലും, ഭക്ഷണത്തിലേക്കുള്ള ആ ചായ്വും ഇൽമും ഇറാദത്തിനെ പിന്തുടർത്തും. അഥവാ ഇറാദത്ത് ഉണ്ടാകുന്നത് ഇൽമും മൈലും ഉണ്ടാകുമ്പോഴാണ്, പുറകെ ആക്കുമെന്നർത്ഥം. ഇറാദത്തുൽ ജാസിമത്തിന് അത് പിന്തുടർത്തും. ഇൽമും അതുപോലെ തന്നെ തബീഇയായ മൈലും ചായ്വും ഉണ്ടെങ്കിൽ മാത്രമേ ഇറാദത്ത് ഉണ്ടാവുകയുള്ളൂ. ഇറാദത്ത് ഉണ്ടാകണമെങ്കിൽ ഇൽമും ഉണ്ടാകണം, തബീഇയായ ചായ്വും ഉണ്ടാകണം. വൽ ഖുദ്റത്തു വൽ ഇറാദത്തു അബദൻ, ഖുദ്റത്തും ഇറാദത്തും എപ്പോഴും തസ്തർദിഫുൽ ഹർക്കത്ത, ഹർക്കത്തിനെ പിന്നിൽ കൊണ്ടുവരും. ഹർക്കത്ത് പുറകിൽ വരും ഖുദ്റത്തും ഇറാദത്തും ഉണ്ടായെങ്കിൽ. പിന്നെ ഇറാദത്ത് പുറകെ വരും ഇൽമും മൈലും ഉണ്ടായെങ്കിൽ. വഹാക്കഥ, ഇപ്രകാരമാണ് തർത്തീബ് ഫീ കുല്ലി ഫിഅലിൻ, എല്ലാ ഫിഅലിലും ഇത് തന്നെയാണ് തർത്തീബ്.
എല്ലാ ഫീലിലും ഇത് തന്നെയാണ് തർത്തീബ്. വൽക്കുല്ലു ഇവകളെല്ലാം മിൻ ഇഖ്തിറാഇല്ലാഹി തആല, അള്ളാഹുവിന്റെ ഇഖ്തിറാഇൽപ്പെട്ടതാണ്. അവനാണ് ഇതിനെ തെരഞ്ഞെടുക്കുന്നതും ഉണ്ടാക്കിയെടുക്കുന്നതും ഈ ചിന്തകളെയെല്ലാം. ലാകിൻ ബഅദു മഖ്ലൂഖാതിഹി, പക്ഷേ ചില സൃഷ്ടികൾ, ഇവകളിൽപ്പെട്ട ചില സൃഷ്ടികൾ ഷർത്തുൽ ലിബാദിൻ, ബാദിന്റെ ഷർത്താണ്. പറഞ്ഞില്ലേ, ഇൽമ് ഇറാദത്തിന് ഷർത്താണ്. ഇറാദത്ത് ഉണ്ടാവണമെങ്കിൽ ഇൽമ് ഉണ്ടാവണം. ഫലിദാലിക, ഇക്കാരണത്താൽ യജിബു, നിർബന്ധമാവും തഖദ്ദുമുൽ ബഅലി വ തഅഖുറുൽ ബഅലി, ചില സിഫത്തുകൾ മുന്തി വരലും ചിലത് പിന്തി വരലും. ഇൽമു വന്നെങ്കിലേ ഇറാദത്ത് വരുള്ളൂ. ഏതുപോലെ ഇറാദത്തു, ഇറാദത്തിനെ സൃഷ്ടിക്കപ്പെടാത്തതുപോലെ ഇല്ലാ ബഅദൽ ഇൽമി, ഇൽമിന് ശേഷമല്ലാതെ, ഇൽമിന് ശേഷം മാത്രമേ ഇറാദത്തിനെ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. അതുപോലെ വലാ യുഖ്ലഖുൽ ഇൽമു, ഇൽമിനെ പടയ്ക്കപ്പെടാത്തതുപോലെ ഇല്ലാ ബഅദൽ ഹയാത്തി, ഹയാത്തിന് ശേഷമല്ലാതെ, വലാ തുഖ്ലഖുൽ ഹയാത്തു, ഹയാത്തിനെ പടയ്ക്കപ്പെടാത്തതുപോലെ ഇല്ലാ ബഅദൽ ജിസ്മി, ശരീരത്തിൽ ഉണ്ടായതിനു ശേഷമല്ലാതെ. ഈ തർത്തീബ് ഉള്ളതുപോലെ ഫയകൂനു ഖൽഖുൽ ജിസ്മി, അപ്പൊ എന്താണ്, ജിസ്മിന്റെ സൃഷ്ടിപ്പ് ആകും ഷർത്തൻ ലി ഹുദൂസിൽ ഹയാത്തി, ഹയാത്ത് ഉണ്ടാകുന്നതിനുള്ള ഷർത്താകും. ഹയാത്ത് ഉണ്ടാകുന്നതിനുള്ള ഷർത്താണ് ജിസ്മിനെ പടയ്ക്കുക എന്നുള്ളത്. ഒന്നും കൂടെ നോക്കുക. കമാലാ തുഖ്ലഖുൽ ഇറാദത്തു, ഇറാദത്തിനെ പടയ്ക്കപ്പെടാത്തതുപോലെ ഇല്ലാ ബഅദൽ ഇൽമി, ഇൽമിന് ശേഷമല്ലാതെ. നേരത്തെ അങ്ങനെ പറഞ്ഞതാണ്, ഇൽമിന് ശേഷമുണ്ട് മാത്രമേ ഇറാദത്ത് ഉണ്ടാവുള്ളൂ. ഇൽമിനെ പടയ്ക്കപ്പെടാത്തതുപോലെ ഹയാത്തിന് ശേഷമല്ലാതെ, ഹയാത്ത് ഉണ്ടെങ്കിലേ ഇൽമുണ്ടാവുള്ളൂ. ഹയാത്തിനെ പടയ്ക്കപ്പെടാത്തതുപോലെ ജിസ്മിന് ശേഷമല്ലാതെ, ജിസ്മുണ്ടെങ്കിലേ ഹയാത്ത് ഉണ്ടാവുള്ളൂ. അതുപോലെ അപ്രകാരം ഫയകൂനു ഖൽഖുൽ ജിസ്മി, ശരീരത്തിന്റെ പടപ്പാകും ഷർത്തൻ ലി ഹുദൂസിൽ ഹയാത്തി, ഹയാത്ത് അത് അവിടെ ഉണ്ടാകുന്നതിന് ഷർത്താകും. ലാ അന്നൽ ഹയാത്ത തതവല്ലദു മിനൽ ജിസ്മി, ഹയാത്ത് തനിയെ ഇങ്ങനെ ജിസ്മിൽ നിന്നും ഉണ്ടാകുമെന്നല്ല, മറിച്ച് ഹയാത്തിനെ പടയ്ക്കണമെങ്കിൽ ജിസ്മ് ആവശ്യമാണ്. വയകൂനു ഖൽഖുൽ ഹയാത്തി, ഹയാത്തിന്റെ പടയ്ക്കലാകും ഷർത്തൻ ലി ഖൽഖിൽ ഇൽമി, ഇൽമിനെ പടയ്ക്കുന്നതിന് ഷർത്താകും ഹയാത്തിനെ പടയ്ക്കുക എന്നുള്ളത്. അല്ലാതെ ലാ അന്നൽ ഇൽമ യതവല്ലദു മിനൽ ഹയാത്തി, ഹയാത്ത് ഉണ്ടെങ്കിൽ അവിടെ ഇൽമു വരുമെന്നല്ല, മറിച്ച് ഹയാത്ത് ഉണ്ടെങ്കിൽ അവിടെ ഇൽമിനെ പടയ്ക്കപ്പെടും. വലാകിൻ ലാ യസ്തഇദ്ദുൽ മഹല്ലു, മഹല്ല സ്ഥാനം, ആ സ്ഥലം പിന്നെ തയ്യാറാവുകയില്ല. ലി ഖബൂലിൽ ഇൽമി, ഇൽമിന്റെ സ്ഥാനം എവിടെയാണ്? ഖൽബ്. അത് ഇൽമിനെ സ്വീകരിക്കുന്നതിന് തയ്യാറാവുകയില്ല. ഇല്ലാ ഇദാ കാന ഹയ്യൻ, അത് ഹയ്യായിട്ടല്ലാതെ. അപ്പൊ ജിസ്മിന് ഹയാത്ത് ഉണ്ടാവണം. അപ്പൊ വയകൂനു ഖൽഖുൽ ഇൽമി, ഇൽമിനെ പടയ്ക്കലാകും ഷർത്തൻ, അത് വയകൂനു ഖൽഖുൽ ഇൽമി, ഇൽമിനെ പടയ്ക്കലാകും ഷർത്തൻ, അത് ഷർത്താകും ലി ജസ്മിൽ ഇറാദത്ത്, ഇറാദത്ത് ഉറയ്ക്കുന്നതിന്. ഇറാദത്ത് ഉറയ്ക്കുന്നതിന് ഷർത്താണ് ഇൽമിനെ പടയ്ക്കൽ. ഇൽമുണ്ടാകുന്നതിന് ഷർത്താണ് ഹയാത്തുണ്ടാകൽ. ഹയാത്തുണ്ടാകുന്നതിന് ഷർത്താണ് ജിസ്മുണ്ടാകൽ. ലാ അന്നൽ ഇൽമ യൂലിദുൽ ഇറാദത്ത്, ഇൽമ ഇറാദത്തിനെ ഉണ്ടാക്കുന്നില്ല. ഒരാൾക്ക് ഇൽമുണ്ടെങ്കിൽ അവിടെ ഇറാദത്തിന് ഉണ്ടാകുന്നില്ല, മറിച്ച് ഇറാദത്തിന് അവിടെ പടയ്ക്കപ്പെടും. വലാകിൻ ലാ യഖ്ബലുൽ ഇറാദത്ത, ഈ ഇറാദത്തിനെ സ്വീകരിക്കുകയില്ല ഇല്ലാ ജിസ്മുൻ ഹയ്യുൻ ആലിമുൻ, ജിസ്മ് ആലിമും ഹയ്യുമായ ജിസ്മല്ലാതെ ഇറാദത്തിനെ സ്വീകരിക്കുകയില്ല. ഇറാദത്ത് ഉണ്ടാവണമെങ്കിൽ അത് ജിസ്മുണ്ടാവണം, ജിസ്മ ഹയ്യായിരിക്കണം, ഇൽമുള്ള ആലിമും ആയിരിക്കണം. നേരത്തെ പറഞ്ഞ ഇൽമ്. വലാ യദ്ഖുലു ഫിൽ വുജൂദി, വുജൂദിൽ പ്രവേശിക്കുകയില്ല ഇല്ലാ മുംകിന്, മുംകിനായ കാര്യമല്ലാതെ, മുംകിനായ കാര്യമല്ലാതെ വുജൂദിൽ പ്രവേശിക്കുകയില്ല. വുജൂദാകുന്ന വസ്തുക്കൾ മുംകിനായിരിക്കും, മുംകിനേ വുജൂദാവുള്ളൂ. മുംകിനല്ലാത്ത കാര്യം, മുംതനിയായ കാര്യം, മുഹാലായ കാര്യം വുജൂദിൽ വരത്തില്ല. വൽ ഇംകാന്, ഇംകാന് തർത്തീബുൻ, അതൊരു തർത്തീബാണ്. ലാ യഖ്ബലു തഗീറ, തഗീറിന് അത് സ്വീകരിക്കുകയില്ല. മുംകിനായ സാധനം അത് മുംതനി ആകാന്നുള്ളത്, മുഹാവലാകാന്നുള്ളത് സാധ്യമല്ല. കാരണം തഗീറഹു മുഹാലിന്, അതിന്റെ തഗീർ മുഹാലാണ്. അപ്പൊ മഹ്മാ വുജിദ ഷർത്തുൽ വസ്ഫി, വസ്ഫിന്റെ ഷർത്തിന് എത്തിക്കപ്പെട്ടാൽ,
വസ്ഫിന്റെ ഏതെങ്കിലും വസ്ഫിന്റെ ഈ പറഞ്ഞ പിന്നെ ഇൽമ്, ഇറാദത്ത്, ഖുദ്റത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു വസ്ഫാകുന്ന ആ ഷർത്തിനെ എത്തിക്കപ്പെട്ടാൽ ഇസ്തഅദ്ദൽ മഹല്ലു ബിഹി, ആ ഷർത്ത് കാരണമായി ആ മഹല്ല് അർഹമാകും ഖബൂലിൽ വസ്ഫി, ആ വസ്ഫിനെ സ്വീകരിക്കാൻ അർഹമാകും. ഹസല ദാലിക്കൽ വസ്ഫു, അപ്പൊ ഈ വസ്ഫ് ഏത് വസ്ഫായാലും ഖുദ്റത്തോ ഇറാദത്തോ ഇൽമോ ആയിക്കോട്ടെ, അത് കരസ്ഥമാകും മിനൽ ജൂദിൽ ഇലാഹിയായ ജൂദിനാൽ, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യത്തിനാലാണ് ആ വസ്ഫ് ഉണ്ടാകുന്നത്. വൽ ഖുദ്റത്തിൽ അസ്ലിയായ ഖുദ്റത്തിനാൽ ഇന്ദ ഹുസൂലിൽ ഇസ്തിഅദാദ് ഉണ്ടാകുന്ന അവസരത്തിൽ, ഇസ്തിഅദാദ് ആ ജിസ്മിന് തയ്യാറെടുപ്പ് ഉണ്ടാകുന്ന അവസരത്തിൽ അസലിയായ ഖുദ്റത്ത് ഇലാഹിയായ ജൂദിനാലാണ് ഈ വസ്ഫ് ഉണ്ടാകുന്നത്. അപ്പൊ ഇൽമുണ്ടാകണമെങ്കിൽ, അതുപോലെ തന്നെ ഖുദ്റത്ത് ഉണ്ടാവണമെങ്കിൽ, ഇറാദത്ത് ഉണ്ടാവണമെങ്കിൽ ഇലാഹിയായ ജൂദ് ആവശ്യമാണ്. അപ്പൊ വലമ്മാക്കാനലിൽ ഇസ്തിഅദാദി, മനുഷ്യന്റെ നെഫ്സ് ഇസ്തിഅദാദ് ആകുന്നതിന് തയ്യാറാകുന്നതിന് ഉണ്ടായപ്പോൾ സബബി ശുറൂത്ത്, ഷർത്തുകൾ കാരണമായിട്ടാണ് ഇസ്തിഅദാദ് ഉണ്ടാകുന്നത്. അങ്ങനെ ഷർത്തുകൾ കാരണമായി ഇസ്തിഅദാദിന് ഉണ്ടായപ്പോൾ തർത്തീബിനൊരു തർത്തീബ്, ഇതിനെ തുടർന്ന് ഇത് അങ്ങനെ ആയപ്പോൾ കാനൽ ഹുസൂലിൽ ഹവാദിസി, വസ്തുക്കൾ കരസ്ഥമാകുന്നതിനുണ്ടായി ബിഫിഇലില്ലാഹി, അള്ളാഹുവിന്റെ പ്രവൃത്തി കാരണമായി വസ്തുക്കൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതിന്, വസ്തുക്കൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുദ്റത്ത്, ഇറാദത്ത് ഇതുപോലുള്ളത്, അത് ആ ഹാദിസുകൾ ഉണ്ടാകുന്നതിന് അത് കരസ്ഥമാകുന്നതിന് ഉണ്ടായി തർത്തീബിനൊരു തർത്തീബ് ഉണ്ടായി. തർത്തീബ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇസ്തിഅദാദിന് മനുഷ്യന്റെ നെഫ്സ്, മനുഷ്യന് ഇസ്തിഅദാദ് തയ്യാറെടുപ്പ് ഒരു സബബുണ്ട്, സബബിലൂടെയാണ്. സബബി ശുറൂത്ത്, ഷർത്തുകൾ കാരണമായി മനുഷ്യൻ ഫിഅലിന് തയ്യാറാകുന്നതിന് ഒരു തർത്തീബുണ്ട്. നേരത്തെ പറഞ്ഞ തർത്തീബ്, അങ്ങനെ തർത്തീബ് ഉണ്ടെന്ന് വെച്ചപ്പോൾ എന്ത് മനസ്സിലാവുന്നു? ഹാദിസുകൾ ഉണ്ടാകുന്നതിന്, അള്ളാഹുവിന്റെ പ്രവൃത്തി കാരണമായി ഹാദിസുകൾ ഉണ്ടാകുന്നതിന് തർത്തീബ് ഉണ്ടെന്ന് മനസ്സിലാവുന്നു. മനുഷ്യനിൽ പിന്നെ ഖുദ്റത്തുണ്ടാകുന്നത്, ഇറാദത്തുണ്ടാകുന്നത്, ഇൽമുണ്ടാകുന്നതെല്ലാം ഒരു തർത്തീബ് അനുസരിച്ചാണല്ലോ. അപ്പൊ അതിലൂടെ എന്ത് മനസ്സിലാകാം? ഹാദിസായ കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് തർത്തീബ് വേണമെന്ന് മനസ്സിലാക്കാം. വൽ അബ്ദു, ഒരു അടിമ, മജ്റ ഹാദിഹിൽ ഹവാദിസിൽ മുറത്തബത്തി, ഈ മുറത്തബായ ഹാദിസുകളുടെ മജ്റയാണ്, അഥവാ ഈ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ് അടിമയിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒന്നിനു പുറകെ ഒന്നായിട്ട്. വഹിയ, ആ കാര്യങ്ങൾ എന്താണ്? വഹിയ, അവകൾ മുറത്തബത്തുൻ ഫി ഖലാ ഇല്ലാഹി, അള്ളാഹുവിന്റെ ഖലായിൽ മുറത്തബാണ്. അള്ളാഹുവിന്റെ ഖലാ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽപ്പെട്ട ഓരോന്നും തർത്തീബായി വരുള്ളൂ. എങ്ങനത്തെ അള്ളാഹു അവൻ വാഹിദുൻ, അവൻ വാഹിദാണ്. കലംഹുൽ ബസരി, ലംഹുൽ ബസർ പോലെ ആ ഖലാ വാഹിദാണെന്ന്. ലംഹുൽ ബസർ, അടച്ച് തുറക്കുന്ന അത്രേ സമയം മതി. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അതാണ് കലംഹുൽ ബസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു പറഞ്ഞില്ല വമാ അംറുനാ ഇല്ലാ വാഹിദുൻ കലംഹുൻ ബിൽ ബസർ, കുറെ വരുന്നുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ പിന്നെ ഹവാദിസുകളെല്ലാം തന്നെ അള്ളാഹുവിന്റെ കല അനുസരിച്ച് ഉണ്ടാകുന്നത്, അള്ളാഹുവിന്റെ കല അനുസരിച്ചാണ്. എങ്ങനത്തെ കല? ലംഹുൽ ബസർ പോലുള്ള കല, കണ്ണടച്ച് തുറക്കുന്ന അത്രയും സമയം കൊണ്ട് ഉണ്ടാകുന്ന കല. തർത്തീബൻ കുല്ലിയായ തർത്തീബാണ്. ലാ യതഗയ്യർ, യാതൊരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. ലുഹൂറുഹ, അവകളുടെ ലുഹൂർ ബി തഫ്സീലി, തഫ്സീൽ അനുസരിച്ച്, വിശദീകരണം അനുസരിച്ച് അതിന്റെ ലുഹൂർ മുഖദ്ദറുൻ, അവകൾ തഖ്ദീറാക്കപ്പെടുന്നതാണ്. ബി ഖദരിൻ, ഒരു ഖദർ കൊണ്ട്. ലാ യതഖദ്ദാഹ, ആ ഖദറിനെ മനുഷ്യൻ വിട്ടുകിടക്കുകയില്ല. വാൻഹു, ഇതിനെക്കുറിച്ചാണ് അൽ ഇബാറത്തു, അള്ളാഹുവിന്റെ ഈ വചനം. ബി ഖൗലിഹി തആല ഇന്നാ കുല്ല ശൈഇൻ ഖലഖ്നാഹു ബിഖദർ, എല്ലാ വസ്തുക്കളെയും നാം എന്ത് ചെയ്തു? അതിനെ ഒരു ഖദർ അനുസരിച്ച് നാം പടച്ചു. എല്ലാത്തിനും ആ ഖദറുണ്ട്. ഈ പറഞ്ഞ ഖുദ്റത്തിലുമുണ്ട്, ഇറാദത്തിലുമുണ്ട്, മൈലിലുമുണ്ട്, ഇൽമിലുമുണ്ട്, എല്ലാത്തിനും അള്ളാഹുവിന്റെ ആ ഖദറുണ്ട്. വാനിൽ ഖലാഇൽ കുല്ലിയായ ഖലയെ സംബന്ധിച്ച് അൽ അസ്ലിയായ ഖലയെ കുറിച്ചുള്ള ഇബാറത്താണ്
ബിഖൗലിഹി തആല വമാ അംറുനാ ഇല്ലാ വാഹിദത്തുൻ കലംഹിൻ ബിൽ ബസർ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ എല്ലാ കാര്യവും അത് ലംഹം ബിൽ ബസർ പോലുള്ള വളരെ കുറഞ്ഞ ഒരു സമയം കൊണ്ടാണ്. നമ്മുടെ കാര്യമല്ല, ഒന്നല്ലാതല്ല. കലംഹൻ ബിൽ ബസർ, കണ്ണടച്ച് തുറക്കുന്ന ആ സമയം പോലുള്ള ഒന്നല്ലാതല്ല. നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ആ കുൻ എന്ന ആ സ്വിച്ചിൽ അർപ്പിതമാണ്. കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് കൊണ്ട് വരുന്നതാണ് എന്ന് മനസ്സിലാക്കാം. അമൽ ഇബാദ്, ഇപ്പൊ അടിമകള് ഫൈന്നഹും മുസഖറൂന, അവർ കീഴടക്കപ്പെട്ടവരാണ്. തഹ്ത മജാരിൽ ഖലാഇ, അള്ളാഹുവിന്റെ ഖലാഇന്റെ മജറകളിൽ, വൽ ഖദിർ, ഖദിറിന്റെയും കീഴടക്കപ്പെട്ടവരാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എല്ലാം ഉണ്ടാകുന്നത്. എല്ലാം ഉണ്ടാകുന്ന അതിനത്തിൽ അള്ളാഹു നമ്മുടെ യജമാനനാണ്, നാം അള്ളാഹുവിന്റെ അടിമയാണ്. ആ ഒറ്റ ഇതിൽ നിന്നാ മതി. ഒമിൻ ജുംലത്തുൽ ഖദിരി, ഈ ഖദിറിന്റെ വിഭാഗത്തിൽപ്പെട്ടതാണ് ഖൽഖു ഹറക്കത്തിൻ ഫി യദിൽ കാത്തിബി, എഴുത്തുകാരന്റെ കയ്യിലുള്ള ഹർക്കത്തിനെ സൃഷ്ടിക്കൽ. ബാദ ഖൽഖി സിഫത്തിൻ മഖ്സൂസത്തിൻ ഫി യദിഹി, അവന്റെ കയ്യിൽ പ്രത്യേകമായ സിഫത്തിനെ പഠിച്ചതിന് ശേഷം തുസമ്മൽ കുദറത്താകുന്ന പിന്നെ സിഫത്തിനെ പഠിച്ചതിന് ശേഷം പിന്നെ ഹർക്കത്തിനെ പഠിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ ഖദിറിൽ പെട്ടതാണ്. ബാദ ഖൽഖി മൈലിൻ കവിയിൻ, കവിയായ ആ ചായ്വിനെ പഠിച്ചതിനും ശേഷം ജാസിമായ ഫീ നഫ്സിഹി ജാസിമായ കവിയായ ആ മനസ്സിന്റെ ചായ്വുണ്ടല്ലോ, അതിനെ പഠിച്ചതിന് ശേഷം കുദറത്തിനെ പഠിച്ചതിന് ശേഷം ഈ ഹർക്കത്തിനെ പഠിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഖദിറിൽ പെട്ടതാണ്. ആ മൈലിന് എന്ത് പറയും? ഇസമ്മൽ ഖസ്ദ് എന്നാ പറയുന്നത്. മനസ്സിൽ അങ്ങോട്ട് ഉദ്ദേശിക്കുക അത് ചെയ്യണമെന്ന്. ബഅദ ഇൽമിൻ ബിമാ ഇലൈഹി മൈലുഹു യുസമ്മൽ ഇദ്റാക വൽ മാരിഫത. ബഅദ ഇൽമിൻ ബിമാ, ഒന്നിനെ കുറിച്ചുള്ള ഇൽമിന് ശേഷം, എങ്ങനത്തെ ഒന്ന്, ഇലൈഹി അതിലേക്കാണ് മൈലു, അവന്റെ ചായ്വ്. അവന്റെ ചായ്വ് ഏതിലേക്കാണോ ആ ഒന്നിനെ കുറിച്ചുള്ള ഇൽമിന് ശേഷം, ഇൽമിനും ശേഷം, അതെ, ആ ഇൽമിനും ശേഷം യുസമ്മൽ ഇദ്റാക വൽ മാരിഫത്ത. ഇദ്റാക്കെന്നും മാരിഫത്തെന്നും പേര് പറയപ്പെടുന്ന ഇൽമ്, കരസ്ഥമാക്കുക എന്നർത്ഥം. ആ ഇൽമിനും ശേഷം, അതുപോലെ മൈലിനും ശേഷം, പിന്നെ കുദറത്തിനെ പ്രത്യേകമായ സിഫത്തുകളെ പഠിച്ചതിനു ശേഷം ഹർക്കത്തിനെ പഠിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഖദിറിൽ പെട്ടതാണ്. ഒമിൻ ജുംലത്തുൽ ഖദിരി, ഖദിറിന്റെ വിഭാഗത്തിൽപ്പെട്ടതാണ് ഹർക്കത്തുൻ, ചലനത്തിനെ പഠിക്കൽ, ഫിയദിൽ കാത്തിബി, കാത്തിബിന്റെ കയ്യിൽ. ബഅദ ഖൽഖി സിഫത്തിൻ മഖ്സൂസത്തിൻ ഫിയദിഹി, അവന്റെ കയ്യിൽ പ്രത്യേകമാക്കപ്പെട്ട സിഫത്തിനെ പഠിച്ചതിന് ശേഷം, സിഫത്തിന് എന്ത് പറയും? തുസമ്മൽ ഖുദ്റത്ത. ബഅദ ഖൽഖി മൈലിൻ ഖവിയ്യിൻ ജാസിമിൻ ഫീ നഫ്സിഹി, ഉറപ്പായ ശക്തമായ ഒരു മനസ്സിന്റെ ചായ്വ്, അതിനെ പഠിച്ചതിന് ശേഷം അതിന്റെ പേര് യുസമ്മൽ ഖസ്ദ് എന്നാണ്. ബഅദ ഇൽമിൻ, ഒരു ഇൽമിനെയും പഠിച്ചതിന് ശേഷം, ബിമാ, എങ്ങനത്തെ ഇൽമ്? ബിമാ, ഒന്നിനെ കുറിച്ചുള്ള ഇൽമി, അതിലേക്കാണ് അവന്റെ ചായ്വ്. ആ ഇൽമിന് എന്ത് പറയും? അതിന് യുസമ്മൽ ഇദ്റാക വൽ മാരിഫത്ത. അതിന് ഇദ്റാക്കെന്നും മാരിഫത്തെന്നുമാണ് ആ ഇൽമിന് പറയുന്നത്. ആ ഇൽമും കരസ്ഥമായതിനു ശേഷം, മൈലും കരസ്ഥമായതിനു ശേഷം, അതുപോലുള്ള അതുമായി ബന്ധപ്പെടുന്ന ഹർക്കത്തിന് പ്രേരിപ്പിക്കുന്ന പ്രത്യേകമായ സിഫത്തുകളെല്ലാം, അതിനെല്ലാം പഠിച്ചതിന് ശേഷം ഈ ഹർക്കത്തിനെ പഠിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഖദിറിന്റെ വിഭാഗത്തിൽ പെട്ടതാണ്.